Hi friends, welcome to Spices and Flavours. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകട സ്പെഷ്യൽ നല്ല എരിവുള്ള കപ്പ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്ക് എല്ലോട് കൂടിയ ബീഫാണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിൽ കട്ടാക്കിയിട്ടുള്ള ബീഫാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മോൾ സൈസ് എടുക്കാം. അപ്പോൾ ഞാൻ ബീഫ് ഇവിടെ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയുമാണ്. വിനാഗിരി ചേർക്കാൻ മറക്കരുത്. വിനാഗിരി ചേർക്കുമ്പോൾ ബീഫിൽ ഈ മസാലകളൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ പിടിക്കും. കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും ബീഫ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഓവർനൈറ്റ് നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്ത് ബീഫ് ഫ്രിഡ്ജിൽ വെക്കാൻ കഴിയുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് ബീഫ് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും പിന്നെ വിനാഗിരിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. മീൻവെയിൽ നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. അതിനായിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കപ്പ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി കപ്പ ചേർക്കാം. ഉപ്പ് നമ്മൾ ഇപ്പോൾ ചേർക്കുന്നില്ല. കപ്പ ഒരു 1/4 ഭാഗം വേവായതിനു ശേഷം മാത്രം നമ്മൾ ഉപ്പ് ചേർക്കുന്നുള്ളൂ. അല്ലെങ്കിൽ കപ്പ നന്നായിട്ട് വെന്ത് കിട്ടില്ല. കപ്പ നമുക്ക് തുറന്നു വെച്ച് തന്നെ വേവിക്കാം. അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കപ്പ ഇവിടെ ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. കപ്പ നന്നായിട്ട് വെന്ത് കിട്ടിയ ശേഷം നമുക്ക് അതിലെ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാം. അതിനുശേഷം ഒരു തവിയോ എന്തെങ്കിലും വെച്ച് നമുക്ക് കപ്പ ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പം ഇനി നമുക്ക് ആ സമയം കൊണ്ട് ബീഫ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുക്കറാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർക്കാം. ഇനി അതിൻ്റെ റോസ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് 2 വലിയ സവോള അരിഞ്ഞത് കൂടി ചേർക്കാം. ബീഫ് മസാല ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പാനിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കുക്കറിൽ ഉണ്ടാക്കുകയാണ് നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പാനിൽ ഉണ്ടാക്കിയ ശേഷം കുക്കറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ബീഫ് വേവിക്കേണ്ടി വരും. ഇനി നമുക്ക് ഈ സവോളയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് നെടുകെ പിളർന്നതും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇപ്പോൾ സവോള നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഈ പൊടികളുടെയൊക്കെ റോസ്മെല്ല് പോകുന്നത് വരെ നന്നായി വഴറ്റിയ ശേഷം നമുക്ക് ബീഫ് ചേർക്കാം. ഇനി നമുക്ക് ബീഫ് ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. ഞാനിവിടെ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. വെള്ളം കൂടി പോവാതിരിക്കാൻ സൂക്ഷിക്കണം. ഈ സമയത്ത് നമുക്ക് ഈ മസാലയുടെ ഉപ്പും എരിവും എല്ലാം നോക്കാം.
ഇപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് കുറവായി തോന്നിയതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വേവിക്കാം. എനിക്കിവിടെ ബീഫ് വേവാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ 6 വിസിലാണ് വേണ്ടി വന്നത്. നമുക്ക് കിട്ടുന്ന ബീഫ് അനുസരിച്ചിട്ട് അതിൻ്റെ വേവ് വ്യത്യസ്തമായിരിക്കും, അത് ശ്രദ്ധിക്കണം. നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. ഇനി നമുക്കതിലേക്ക് നാളികേരം ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് നാളികേരമാണ് ചേർക്കുന്നത്. നാളികേരത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നാളികേരം എത്ര ചേർക്കുന്നോ അത്ര അതിൻ്റെ ടേസ്റ്റ് കൂടും. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നാളികേരം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഒന്ന് സ്മാഷ് ചെയ്ത ശേഷം നമുക്ക് ഈ ബീഫിലേക്ക് ചേർക്കാം. ഈ കപ്പയും ബീഫും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരവും കറിവേപ്പിലയുമാണ്. ഇനി എല്ലാം കൂടി നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫൈനലി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് കോക്കനട്ട് ഓയിലും ആവശ്യത്തിന് കറിവേപ്പിലയുമാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് തുറന്നു നോക്കാം. ആ മസാലയിൽ ആ കോക്കനട്ട് ഓയിലും കറിവേപ്പിലയും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു നല്ല മണം വരുന്നുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ റെസിപ്പി എനിക്ക് ഷെയർ ചെയ്തത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മനു ആണ്. നല്ല ചൂട് സുലൈമാനിയുടെ കൂടെ ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.